ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ ഉമ്മയുടെ സിസ്റ്റർ നമ്മളെ വീട്ടിലേക്ക് അവരുടെ ഫാമിലി എല്ലാവരും കൂടി നിൽക്കാൻ വന്നതും പിന്നെ നമ്മൾ പൊന്നാനി കർമ്മ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫെസ്റ്റ് ഉണ്ടല്ലോ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളൊന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ അവിടേക്ക് പോണത്. അവിടെ എത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഫ്രണ്ടിലാണെങ്കിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട സന്തോഷത്തിൽ കുട്ടികളെല്ലാവരും കൂടി ഡാൻസും പരിപാടിയൊക്കെ ഇരുന്ന് കുറച്ച് നേരത്ത് കിട്ടാം. അതിനുശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതിലിങ്ങനെ പാട്ടായിട്ട് ഓരോ ഭാഗങ്ങളിങ്ങനെ ഓരോ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി ചെല്ലുന്ന ഭാഗത്ത് ഇതുപോലെ ലേസർ വെച്ചിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയതായി ഇതുപോലെ ഒരു ചെറിയ വാട്ടർഫോളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചെറിയൊരു വാട്ടർഫോളാണ്, പക്ഷെ അത് നല്ല ഭംഗിയിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വലിയ ടെഡി ബിയേഴ്സും അതുപോലെ റാബിറ്റൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ വലിയ ആളുകളാണെങ്കിലും അത് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവരായിട്ടൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാട്ടർഫാളിൽ കുറേ പേരിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മുൻകൂട്ടി അറിയാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും കയ്യിൽ വെക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ നടന്ന് നേരെ തിരിച്ചു വരികയാണ് ചെയ്തത്. അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ബേബിലോൺ സിറ്റി ചെറിയ രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അതായത് വാൾസും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ ബേബിലോൺ സിറ്റിയുടെ ഓൾമോസ്റ്റ് ഈക്വൽ ആവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് കേട്ടോ അടുത്തതായിട്ട് പോയത്. ഇവിടെ ഇങ്ങനെ വാൾസിൽ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
അവിടുന്ന് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കുറേ സ്റ്റാളുകളുണ്ട്. നമ്മൾ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാലുള്ള പോലെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഐറ്റംസും അതുപോലെ ചെറിയ ചോക്ലേറ്റ്സും പിന്നെ ബുക്ക് സ്റ്റാളും അങ്ങനെ കുറച്ചധികം സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് അവിടുത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ കുറേ പഴയ മിഠായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് സ്റ്റോപ്പായി. അവർക്ക് വേണ്ട ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങനെ സ്റ്റാളുകളൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഫുഡ് കോർട്ട് പോലുള്ളത്. അങ്ങനെ ഫ്രൈഡ് ഐറ്റംസും സ്വീറ്റ്സും ജ്യൂസസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുളക് ബജ്ജി മാത്രമേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ ഇങ്ങനെ കാണാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റാണ് ഈ ഒരു ഗെയിംസിൻ്റെ സെക്ഷൻ വരുന്നത് കേട്ടോ. വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റത്തിലൊക്കെ കയറും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ആളിതാ ബാക്കി എല്ലാത്തിനും ചെറിയ പേടി തോന്നുന്നുണ്ട്. ഈ ഒരു ചെറിയ ഊഞ്ഞാലിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ഇതാ ബാക്കിയുള്ള കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ എല്ലാ ഐറ്റത്തിലും കയറിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊന്നും ഞാനും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പുറത്ത് നിന്നിട്ട് അങ്ങനെ ഇതാ ഒരുവിധം ഐറ്റം ഒക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് ഇതാ ഈ ഒരു കറങ്ങുന്ന ഐറ്റത്തിലും കൂടി കയറിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ കർമ്മേന്ന് തന്നെയാണ് കേട്ടോ നമ്മളന്ന് ഫുഡ് കഴിച്ചത്. ടെമറൈൻ്റെ കഫേന്നാണ് കഴിച്ചത്. നമ്മളല്ല പാൽക്കപ്പം ബീഫും പിന്നെ അതുപോലെ ചിക്കനും നെയ്ച്ചോറും പിന്നെ വെളിച്ചെണ്ണപ്പത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലേനി നമ്മൾ നേരെ വീട്ടിലെത്തി. ഞാനത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഈ കണ്ട ഐറ്റംസൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവസാനം എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.